സാമ്പത്തിക ലോകത്തേക്ക് സ്വാഗതം. ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുന്നു. രാവും പകലും വേർതിരിയാതെ അധ്വാനിക്കുന്നു. പക്ഷേ മാസാവസാനമാകുമ്പോഴേക്കും എവിടെ പോയി ഈ കാശ് എന്ന് സ്വയം ചോദിക്കുന്ന ഒരവസ്ഥ അല്ലേ? ഇതിന് കാരണം നമ്മൾ സമ്പാദിക്കുന്നത് കുറവാണ് എന്നല്ല. പലപ്പോഴും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ സാമ്പത്തിക തെറ്റുകളാണ് നമ്മുടെ ഭാവിയെ ഇരുണ്ടതാക്കുന്നത്. ഒരു ചെറിയ വിള്ളൽ വലിയ അണക്കെട്ടിനെ തകർക്കും പോലെ ഈ ചെറിയ തെറ്റുകൾ നമ്മുടെ സ്വപ്നങ്ങളെ തകർക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഉടൻ തന്നെ ഒഴിവാക്കേണ്ട 10 സാമ്പത്തിക തെറ്റുകളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു തീർക്കുന്നതോടെ നിങ്ങളുടെ പണത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. ഉറപ്പ്. തുടങ്ങാം. മിസ്റ്റേക്ക് നമ്പർ 1, ബജറ്റ് ഇല്ലാത്ത ജീവിതം. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. എത്ര സമ്പാദിച്ചാലും പണം എവിടെയാണ് പോകുന്നത് എന്ന് കൃത്യമായി അറിയാത്തവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ശമ്പളം അക്കൗണ്ടിൽ വരുന്നു, ബില്ലടയ്ക്കുന്നു, ഭക്ഷണം വാങ്ങുന്നു, കുറച്ച് ഷോപ്പിംഗ്, പെട്ടെന്നൊരു ഔട്ടിംഗ്. മാസാവസാനം അക്കൗണ്ടിൽ ബാലൻസ് 0-നടുത്ത്. ഇതൊരു അപകടമാണ്. കാരണം നിങ്ങളുടെ പണത്തിന് നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുന്നില്ല, മറിച്ച് പണം നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയാണ്. ഇതിനുള്ള പരിഹാരം വളരെ ലളിതമാണ്. 50-30-20 റൂൾ എന്നൊരു രീതിയുണ്ട്. ഇത് ലോകമെമ്പാടും ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ശുപാർശ ചെയ്യുന്ന ഒന്നാണ്. 50% നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, വാടക, ഭക്ഷണം, യാത്ര, യൂട്ടിലിറ്റി ബില്ലുകൾ. 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക്, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, ഷോപ്പിംഗ്. 20% സേവിങ്സിനും നിക്ഷേപത്തിനും. ഇതാണ് നിങ്ങളുടെ ഭാവി. ഈ ഒരു ബജറ്റ് മാത്രം പാലിച്ചാൽ ജീവിതത്തിൽ സാമ്പത്തിക സമ്മർദ്ദം പകുതിയാകും. ഇത് ചെയ്യാത്തതാണ് ഒന്നാമത്തെ തെറ്റ്. മിസ്റ്റേക്ക് നമ്പർ 2, അടിയന്തര ഫണ്ട്, ഇമർജൻസി ഫണ്ട് ഇല്ലാത്തത്. സാമ്പത്തിക ലോകത്ത് ഒരു സുവർണ നിയമമുണ്ട്. പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ് ബിക്കോസ് ദി അൺഎക്സ്പെക്റ്റഡ് ഈസ് ഓൾവേസ് എക്സ്പെക്റ്റഡ്. അതായത് ആകസ്മികതകൾക്കായി മുൻകൂട്ടി തയ്യാറെടുക്കുക. എത്ര സുരക്ഷിതമായ ജോലി ചെയ്താലും ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ വരും. ജോലി പോകൽ, പെട്ടെന്നുള്ള ആശുപത്രി പ്രവേശനം, വീട്ടിലെ വലിയ അറ്റകുറ്റപ്പണി, കാറിൻ്റെ തകരാർ. ഇവയൊന്നും എനിക്ക് സംഭവിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളല്ല. ഇത്തരം സമയങ്ങളിൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ അവർ ക്രെഡിറ്റ് കാർഡിൽ ചാർജ് ചെയ്യുകയോ വായ്പ എടുക്കുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരു പ്രശ്നം രണ്ടാകുന്നു. പരിഹാരം: കുറഞ്ഞത് 3 മുതൽ 6 മാസത്തെ ജീവിത ചെലവ് ഒരു പ്രത്യേക അക്കൗണ്ടിൽ ലിക്വിഡായി സൂക്ഷിക്കുക. ഈ പണം നിക്ഷേപിക്കരുത്, മാർക്കറ്റിൽ ഇടരുത്. ഇത് നിങ്ങളുടെ ഓക്സിജൻ സിലിണ്ടറാണ്. ഇമർജൻസി വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, ഉടൻ പിൻവലിക്കാൻ പറ്റുന്ന രൂപത്തിൽ വെക്കണം. ഇതില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക യാത്ര എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം. മിസ്റ്റേക്ക് നമ്പർ 3, ക്രെഡിറ്റ് കാർഡ് കുടുക്കിൽ വീഴുക. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകും, ഇനി എനിക്ക് അധിക പണം കിട്ടി എന്ന്. പക്ഷേ അത് തെറ്റാണ്. അത് നിങ്ങളുടെ പണമല്ല, അത് ബാങ്കിൻ്റെ പണമാണ്. അത് ഉപയോഗിക്കാൻ തരുന്ന ഒരു അനുമതി പത്രം മാത്രം. ഏറ്റവും വലിയ അപകടം മിനിമം ഡ്യൂ എന്ന കെണിയാണ്. 5000 രൂപയുടെ മിനിമം ബാലൻസ് അടച്ചാൽ മതി, ബാക്കി അടുത്ത മാസമാക്കാം എന്നത്തെ ചിന്ത. ഇതാണ് നിങ്ങളെ സാമ്പത്തികമായി തകർക്കുന്നത്. ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ നിരക്ക് എത്രയാണെന്നറിയാമോ? ഇന്ത്യയിൽ ഇത് സാധാരണയായി 36% മുതൽ 48% വരെ വാർഷിക പലിശയാണ്. ഇതൊരു അതിസാധാരണ റിട്ടേൺ ആണ്. നിങ്ങൾ മിനിമം അടച്ച് ബാക്കി തുക കൊണ്ടുപോകുമ്പോൾ ആ തുകയ്ക്ക് ഈ ക്രൂരമായ പലിശ കൂട്ടിച്ചേർക്കപ്പെടും. ഇതൊരു ചക്രമാണ്. ഒരിക്കൽ ഈ കുടുക്കിൽ വീണാൽ പുറത്തു കിടക്കാൻ വർഷങ്ങളെടുക്കും. എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, പക്ഷേ അതൊരു ഡെബിറ്റ് കാർഡ് പോലെ കരുതുക. ഡ്യൂ ഡേറ്റിന് മുൻപ് ഫുൾ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് അടച്ചു തീർക്കുക. അത്രമാത്രം. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നിർത്തുക. കടം എന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ശത്രുവാണ്. മിസ്റ്റേക്ക് നമ്പർ 4, പണപ്പെരുപ്പത്തെ അവഗണിക്കുക. ഒരു സാധാരണ മലയാളിയുടെ ചിന്ത പലപ്പോഴും ഇങ്ങനെയാണ്: ബാങ്കിൽ പണമിട്ടാൽ മതി, നല്ല പലിശ കിട്ടും, സുരക്ഷിതം. പക്ഷെ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. നമുക്കൊരു ഉദാഹരണം എടുക്കാം. 10 വർഷം മുമ്പ് 100 രൂപ കൊണ്ട് നമുക്കൊരു നല്ല ഭക്ഷണം കഴിക്കാമായിരുന്നു.
ഇന്ന് അതേ 100 രൂപ കൊണ്ട് ഒരു ചായയും ബിസ്ക്കറ്റും മാത്രമേ വാങ്ങാൻ പറ്റൂ. എന്താണ് സംഭവിച്ചത്? പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു. ഇതിനെയാണ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് തരുന്ന പലിശ എത്രയാണ്? 6% മുതൽ 7.5% വരെ. ഇന്ത്യയിലെ ശരാശരി പണപ്പെരുപ്പം എത്രയാണ്? 5% മുതൽ 7% വരെ. അതായത് നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ റിട്ടേൺ ഇൻഫ്ലേഷനേക്കാൾ കൂടുതലല്ല. അപ്പോൾ നിങ്ങളുടെ പണം വർദ്ധിക്കുന്നില്ല, മറിച്ച് അതിൻ്റെ വാങ്ങൽ ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് തെറ്റ്. പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ നിങ്ങളുടെ നിക്ഷേപം ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകുന്നവയിലായിരിക്കണം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ് അല്ലെങ്കിൽ നല്ല മാനേജ്മെൻറ്റുള്ള ഫണ്ടുകൾ എന്നിവ ദീർഘകാലത്തേക്ക് 12% മുതൽ 15% വരെ റിട്ടേൺ നൽകാറുണ്ട്. അതിനാൽ നിങ്ങളുടെ പണം ബാങ്കിൽ മാത്രമിട്ട് വിശ്രമിക്കരുത്, അതിനെ ജോലി ചെയ്യിപ്പിക്കുക. മിസ്റ്റേക്ക് നമ്പർ 5, ഇൻഷുറൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഏറ്റവും മോശം തെറ്റായ ഇൻഷുറൻസ്. ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്: ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം വേഴ്സസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം. ഇൻഷുറൻസ് എന്നാൽ സംരക്ഷണമാണ്. അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയുള്ള കവചമാണ്. പക്ഷേ നമ്മൾ മണി ബാക്ക്, എൻഡൗമെൻറ്റ്, ULIP പോലുള്ള പ്ലാനുകൾ വാങ്ങി അതിനെ ഇൻവെസ്റ്റ്മെൻ്റായി കാണുന്നു. ഇവിടെ പ്രശ്നമുണ്ട്. ഇത്തരം പ്ലാനുകളിൽ നിങ്ങൾ വലിയ പ്രീമിയം അടക്കുന്നു, എന്നാൽ ആ പണത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇൻഷുറൻസ് കവറേജിന് പോകുന്നുള്ളൂ. ബാക്കി ഭാഗം ഇൻവെസ്റ്റ്മെൻറ്റിന് പോകുന്നു. പക്ഷേ അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ വളരെ കുറവാണ്. അതേ പണം നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലിട്ടിരുന്നെങ്കിൽ കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു. ശരിയായ സമീപനം ഇതാണ്: 1. ടേം ഇൻഷുറൻസ്. നിങ്ങളുടെ വാർഷിക വരുമാനത്തിൻ്റെ 15 മുതൽ 20 വരെ മടങ്ങ് കവറേജുള്ള ഒരു ടേം ഇൻഷുറൻസ് പോളിസി എടുക്കുക. ഇതിൻ്റെ പ്രീമിയം വളരെ കുറവായിരിക്കും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇതിന് റിട്ടേൺ ഒന്നുമില്ല, പക്ഷേ നിങ്ങളില്ലാതായാൽ നിങ്ങളുടെ കുടുംബത്തിന് തുക ലഭിക്കും. 2. ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒരു ചെറിയ ആശുപത്രി ബിൽ പോലും നിങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം തീർക്കും. അത് ഒഴിവാക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. മിസ്റ്റേക്ക് നമ്പർ 6, ജീവിതശൈലി പണപ്പെരുപ്പം അഥവാ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. നിങ്ങളുടെ ശമ്പളം കൂടുമ്പോൾ നിങ്ങളുടെ ചെലവും കൂടുന്നുണ്ടോ? ശ്രദ്ധിച്ചു നോക്കൂ. സാലറി 30,000 ആയിരുന്നപ്പോൾ ഒരു 10,000 രൂപയുടെ ഫോൺ. സാലറി 1,00,000 ആയപ്പോൾ 70,000 രൂപയുടെ ഐഫോൺ. സാലറി കൂടുമ്പോൾ വലിയ കാർ, വലിയ വീട്, കൂടുതൽ ബ്രാൻഡുകൾ. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ഇവിടെയാണ് യഥാർത്ഥ സമ്പത്തുണ്ടാക്കുന്നവരും ജീവിതം മുഴുവൻ പണത്തിന് വേണ്ടി ഓടുന്നവരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതല്ല പ്രധാനം, നിങ്ങൾ എത്ര സമ്പാദ്യം നടത്തുന്നു എന്നതാണ് പ്രധാനം. ശമ്പളം കൂടുമ്പോൾ ചെയ്യേണ്ടത് ഇതാണ്: ആദ്യം നിങ്ങളുടെ സേവിങ്സ് ശതമാനം വർദ്ധിപ്പിക്കുക. നേരത്തെ 20% സേവ് ചെയ്തിരുന്നെങ്കിൽ ശമ്പളം കൂടിയപ്പോൾ 30% ആക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുക. ശേഷം മാത്രം ശേഷിക്കുന്ന പണം കൊണ്ട് ജീവിത നിലവാരം ഉയർത്തുക. ശമ്പളം കൂടിയ ഉടൻ തന്നെ ജീവിതശൈലി മാറ്റുക എന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിൽ ഏറ്റവും വലിയ തടസ്സമാണ്. മിസ്റ്റേക്ക് നമ്പർ 7, ലക്ഷ്യമില്ലാതെ നിക്ഷേപം. എവിടെയെങ്കിലും ഇട്ടോളാം, പൈസ വരും എന്ന മനോഭാവത്തോടെ നിക്ഷേപിക്കുന്നത് ഒരു വലിയ തെറ്റാണ്. നിക്ഷേപമെന്നാൽ ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് ഒരു ലക്ഷ്യസ്ഥാനമില്ലെങ്കിൽ നിങ്ങൾ എവിടെയെത്തും? ഒരിടത്തുമെത്തില്ല. ഓരോ രൂപയ്ക്കും ഒരു ലക്ഷ്യം വേണം. ഉദാഹരണത്തിന്, ലക്ഷ്യം 1, 5 വർഷത്തിനുള്ളിൽ വീടിൻ്റെ ഡൗൺ പേയ്മെൻറ്റിന് 10 ലക്ഷം രൂപ. ലക്ഷ്യം 2, 15 വർഷത്തിനുള്ളിൽ മകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് 30 ലക്ഷം രൂപ. ലക്ഷ്യം 3, 20 വർഷത്തിനുള്ളിൽ വിരമിക്കലിന് റിട്ടയർമെൻറ്റ് 2 കോടി രൂപ. ലക്ഷ്യം വ്യക്തമാകുമ്പോൾ മാത്രമേ എത്ര റിസ്ക് എടുക്കണം, ഏത് ഫണ്ടിൽ നിക്ഷേപിക്കണം, എത്ര കാലം കാത്തിരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റൂ. ഹ്രസ്വകാല ലക്ഷ്യങ്ങൾക്ക് 3 വർഷത്തിൽ താഴെ കുറഞ്ഞ റിസ്ക്. ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് 7 വർഷത്തിന് മുകളിൽ അല്പം കൂടുതൽ റിസ്ക് എടുക്കാം. ലക്ഷ്യമില്ലാത്ത നിക്ഷേപം പാഴ് നിക്ഷേപമാണ്. മിസ്റ്റേക്ക് നമ്പർ 8,
വികാരാധീനമായ നിക്ഷേപം അഥവാ ഇമോഷണൽ ഇൻവെസ്റ്റിംഗ്. മാർക്കറ്റിൽ 2 സമയങ്ങളിലാണ് ആളുകൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത്. ഒന്ന്, മാർക്കറ്റ് കുത്തനെ ഉയരുമ്പോൾ, അപ്പോൾ എല്ലാവരും വാങ്ങും. 2, മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ, അപ്പോൾ എല്ലാവരും വിൽക്കും. ഇതാണ് ഹേർഡ് മെൻറ്റാലിറ്റി അഥവാ ആട്ടിൻകൂട്ട മനോഭാവം. എല്ലാവരും വാങ്ങുന്നു, അപ്പോൾ ഞാനും വാങ്ങാം. എല്ലാവരും വിൽക്കുന്നു, മാർക്കറ്റ് തകർന്നു, ഞാനും വിൽക്കണം എന്ന ചിന്ത. പക്ഷേ ഓർക്കുക, ബൈ വെൻ ദർ ഈസ് ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ്സ്, സെൽ വെൻ ദർ ഈസ് യുഫോറിയ. അതായത് എല്ലാവരും ഭയക്കുമ്പോൾ വാങ്ങുക, എല്ലാവരും ആഘോഷിക്കുമ്പോൾ വിൽക്കുക. നിക്ഷേപത്തിൽ വികാരങ്ങൾക്കിടമില്ല. നിക്ഷേപത്തിൽ ക്ഷമയും ശാസ്ത്രീയ സമീപനവും വേണം. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP ആണ്. SIP വഴി മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും നിങ്ങൾ നിക്ഷേപിക്കും. ഇത് ശരാശരി ചെലവ് റൂപ്പി കോസ്റ്റ് ആവറേജ് കുറയ്ക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 9, നികുതി ആസൂത്രണം ടാക്സ് പ്ലാനിംഗ് അവഗണിക്കുക. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം മാർച്ച് മാസമാകുമ്പോഴേക്കും പലരും പരക്കം പാച്ചിലാകും. എനിക്ക് ടാക്സ് സേവ് ചെയ്യണം, എവിടെയെങ്കിലും ഇട്ടോളാം എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ നിക്ഷേപിക്കുന്നു. ഇത് വലിയ തെറ്റാണ്. നികുതി ആസൂത്രണം എന്നത് വർഷാവസാനത്തെ ഒരു ജോലിയല്ല. അത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു തന്ത്രമാണ്. സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെയും സെക്ഷൻ 80D പ്രകാരം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിനും ഹോം ലോണിൻ്റെ പലിശയ്ക്കും നികുതി ഇളവുകൾ ലഭിക്കും. എന്നാൽ വർഷാവസാനം തിരക്കി നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഉൽപ്പന്നങ്ങളിൽ അനാവശ്യ ഇൻഷുറൻസ് പോളിസികൾ പോലുള്ളവ പണം കുടുങ്ങിപ്പോകും. അതിനാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ നിങ്ങളുടെ ടാക്സ് പ്ലാനിംഗ് ചെയ്യുക. നികുതി ലാഭിക്കുന്നതിനൊപ്പം നിക്ഷേപം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് ചെയ്യുക. മിസ്റ്റേക്ക് നമ്പർ 10, ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ തെറ്റുകളുടെയും മൂലകാരണവുമായ ഒന്ന്, സാമ്പത്തിക വിദ്യാഭ്യാസം ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ നേടാതിരിക്കുക. നമ്മുടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ പണം എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ നികുതി കുറയ്ക്കാം, എങ്ങനെ നിക്ഷേപിക്കാം എന്നൊന്നും പഠിപ്പിക്കാറില്ല. നമ്മൾ പഠിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ജോലി ചെയ്ത് കിട്ടുന്ന പണത്തെ എങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിക്കാം എന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം നേടാത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിക്ഷേപിക്കുന്നു. റിലേറ്റീവ്സ് പറഞ്ഞത് കേട്ട് തെറ്റായ ഇൻഷുറൻസ് വാങ്ങുന്നു. ഫോട്ടോഗ്രാഫറുടെ ഉപദേശം കേട്ട് സ്റ്റോക്ക് വാങ്ങുന്നു. ഇതിനുള്ള ഏക പരിഹാരം നിങ്ങൾ തന്നെ നിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസം നേടുക. നല്ല പുസ്തകങ്ങൾ വായിക്കുക. റിച്ച് ഡാഡ്, പുവർ ഡാഡ്, ദ സൈക്കോളജി ഓഫ് മണി തുടങ്ങിയ പുസ്തകങ്ങൾ തുടങ്ങാം. വിശ്വസനീയമായ യൂട്യൂബ് ചാനലുകൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പണത്തിൻ്റെ ചുമതല മറ്റാരും എടുക്കില്ല. അത് നിങ്ങൾ മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് 10 കാര്യങ്ങളാണ്. 1, ഒരുമിച്ചോർത്തെടുക്കാം. 1, ബജറ്റ് ഇല്ലായ്മ, നോ ബഡ്ജറ്റിംഗ്. 2, അടിയന്തര ഫണ്ട് ഇല്ലായ്മ, നോ ഇമർജൻസി ഫണ്ട്. 3, ക്രെഡിറ്റ് കാർഡ് കുടുക്ക്, ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്. 4, പണപ്പെരുപ്പത്തെ അവഗണിക്കൽ, ഇഗ്നോറിംഗ് ഇൻഫ്ലേഷൻ. 5, തെറ്റായ ഇൻഷുറൻസ്, റോങ് ഇൻഷുറൻസ്. 6, ജീവിതശൈലി പണപ്പെരുപ്പം, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. 7, ലക്ഷ്യമില്ലാതെ നിക്ഷേപം, ഇൻവെസ്റ്റിംഗ് വിതൗട്ട് ഗോൾസ്. 8, വികാരാധീനമായ നിക്ഷേപം, ഇമോഷണൽ ഇൻവെസ്റ്റിംഗ്. 9, നികുതി ആസൂത്രണത്തിൻ്റെ അഭാവം, ഇഗ്നോറിംഗ് ടാക്സ് പ്ലാനിംഗ്. 10, സാമ്പത്തിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, നോ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഈ 10 തെറ്റുകളും ഇന്നു മുതൽ തിരുത്താൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ മാറിമറിയുന്നത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അവരും ഈ തെറ്റുകൾ ഒഴിവാക്കട്ടെ. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. സാമ്പത്തിക ലോകത്തിൽ വീണ്ടും കാണാം.
വിട.